രാവിലെ തന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടി എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അറ്റൻഡർ വന്നിട്ടുണ്ട്. എക്സ്റേ റൂമിലേക്ക് ഞാൻ പോവാണ്. സർജറിക്ക് വേണ്ടി റൈറ്റ് ഹാൻഡിൽ അവർ മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സർജറിക്ക് പോകാൻ വേണ്ടി ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ബെഡൊക്കെ മാറ്റാൻ വേണ്ടി അറ്റൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവർ ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. എൻ്റെ ഈ കിടക്കുന്ന ഹായ് ഫ്രണ്ട്സ്, ഹർഷ ജിതീഷാണ്. രാവിലെ തന്നെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, എക്സ്റേക്ക് പോയി, എക്സ്റേ എടുത്തു, തിരിച്ചു വന്നു, റൂമിൽ വന്നു. ഇനി സർജറിക്കുള്ള ഒരുക്കങ്ങളാണ്. അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എൻ്റെ മാസ്ക് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അറിയില്ല, ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടി നേരത്തെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സിസ്റ്റർ വന്നിട്ട് കയ്യിൽ എൻ്റെ ടാഗൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അത് എൻ്റെ പേരൊക്കെ എഴുതിയ ടാഗൊക്കെ കയ്യിൽ വെക്കുന്നുണ്ട്. ചേട്ടായി എന്നെ പുതപ്പൊക്കെ പുതപ്പിക്കുന്നുണ്ട്. ചേട്ടായിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ചേട്ടായി എന്നോട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ ധൈര്യമായിട്ട് പോയിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊരു ടെൻഷനില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും ചേട്ടായി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നെ സർജറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി സിസ്റ്റേഴ്സും അറ്റൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടായി എൻ്റെ കൂടെയുണ്ട്, പ്രവീണും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ജസ്റ്റ് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഒറ്റ കോംപ്ലക്സിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓൾറെഡി ഞാൻ ഒറ്റ കോംപ്ലക്സിലേക്ക് കയറുകയാണ്. ചേട്ടായി പുറത്ത് നിൽപ്പുണ്ട്. നമ്മൾ സർജറിയുടെ ടൈമൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സർജറിക്ക് നമ്മൾ കയറുന്ന ടൈം തൊട്ട് എഴുതി കാണിക്കുന്നുണ്ട്. പ്രവീണും ചേട്ടായി അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും എന്നെ നോക്കി അവിടെ ഇരിക്കുകയാണ്. തിരിച്ചു വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ സഡേഷനിൽ നിന്നൊക്കെ ഉണർന്നു. എന്നെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്ക് അത് വലിയ അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. ഓൾറെഡി ഉറക്കമൊക്കെ തെളിഞ്ഞ് എങ്കിലും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു അവരോട്, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അനസ്തേഷ്യയുടെ ഭാഗമാണ്, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ട്യൂബൊക്കെ ഇട്ടത് കൊണ്ടാണ്, പ്രശ്നമൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഇലക്ട്രിക് ബെഡാണല്ലോ, അപ്പം ഞാൻ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ എൻ്റെ ബെഡൊക്കെ പൊക്കി, തലഭാഗമൊക്കെ പൊക്കി ഉയർത്തി ഒക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരൊരു ബോട്ടിലൊക്കെ കൊണ്ട് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചു. എൻ്റെ കാലയിലാണ് ക്യാനലൊക്കെ ഇട്ടേക്കുന്നത്. കൈയെല്ലാം മുഴുവൻ കുത്തി, ഒരു ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡൊക്കെ പോകാൻ വേണ്ടി ബാക്ക് സൈഡിൽ നിന്ന് ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞിടത്തോട്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പാരസെറ്റാമോൾ ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി എന്താ കുടിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇപ്പോൾ ഫുഡോ വെള്ളമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അക്കം ചൂടിയൊക്കെ ഇണങ്ങുന്നുണ്ടായിരുന്നു. അവർ പറയുന്ന ടൈം വരെ നമുക്ക് ഫുഡും വെള്ളമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ചേട്ടായി കഞ്ഞിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച പാടെ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. തീരെ ഒരു വയ്യാണ്ട അവസ്ഥയായിരുന്നു. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അനസ്തേഷ്യയൊക്കെ തന്നതിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. അത് അനസ്തേഷ്യയുടെ ആണെന്നാണ് പറഞ്ഞത്. ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്. അത് ട്യൂബൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വേദനയുണ്ട്. ഇനിയിപ്പോൾ സഡേഷൻ്റെ ഭാഗം ആയതുകൊണ്ട് വലിയ അങ്ങോട്ടൊരു വേദന തോന്നുന്നുമില്ല. ഇനി ചെറിയ വേദനയൊന്നും എന്തായാലും ഉണ്ടാകാതിരിക്കില്ലല്ലോ. അത് റൂമിലെത്തി ഇനി ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഫുഡൊക്കെ കുറച്ച് ലേറ്റായിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കുറേ ലേറ്റ് അവർ ടൈം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ഇന്നലെ തൊട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയായിരുന്നല്ലോ. അപ്പം സർജറിക്ക് പോകുന്നിടം വരെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാമെന്നൊന്നും തോന്നില്ല. ഇനിയിപ്പം അവർ പറയുന്ന ടൈമിൽ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ വരുമ്പോൾ അതുപോലെ കൊണ്ടുവരണേ. 2 നേരം എല്ലാ ദിവസവും, ഒരു നേരം കുറയുന്നുണ്ടോ? ഈ ലോക്ക് മാറ്റാനും മറക്കരുത്. ലോക്ക് മാറ്റാതിട്ടുണ്ടെങ്കിൽ അവിടെ കെട്ടിക്കിടക്കും കേട്ടോ ബ്ലഡ്.
റൂമൊക്കെ ഇവിടെ പലതവണ ക്ലീൻ ആക്കുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, നല്ല നീറ്റാണ്. പിന്നെ എനിക്ക് പിന്നെ വോമിറ്റിംഗ് ആയിരുന്നു. അപ്പം ഒന്നും കൂടെ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. വോമിറ്റിങ്ങിൻ്റെ ഇഞ്ചക്ഷൻ ഒന്നും കൂടി അവർ സ്റ്റാർട്ടാക്കുന്നുണ്ടായിരുന്നു. സക്ഷൻ ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒക്കെ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ, അത് എടുത്തുകൊണ്ടൊക്കെ പോകണം. അപ്പോൾ ചേട്ടായി അത് എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് കണക്ട് ചെയ്യുകയാണ്. കാരണം അതൊക്കെ റിസ്ക് ആണല്ലോ, എന്നെക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്നെ കൈയൊക്കെ അനക്കാൻ പറ്റുന്നില്ല, നല്ലൊരു പെയിനൊക്കെ ഉണ്ട്. അതിപ്പം ചേട്ടായി പിന്നെ എൻ്റെ കാലിൽ തന്നെയാണ് ക്യാനിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കുമ്പം അവിടെ ഇവിടെയൊക്കെ പിന്നെ ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ചേട്ടായി ഒന്നും കൂടെ എല്ലാം കണക്ട് ചെയ്തിട്ട് എന്നെ പുതപ്പിച്ചൊക്കെ കിടത്തുകയാണ്. പിന്നെ നല്ല പെയിനുണ്ട്. പിന്നെ എന്താ പറയുക, ഡോക്ടേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് എന്നെ പരിശോധിച്ചൊക്കെ അവരെ തിരിച്ചു പോവുകയാണ്. പിന്നെ എല്ലാ മെയിൻ ഡോക്ടേഴ്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ വന്ന് തന്നെ എല്ലാം നോക്കി. ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നു, പക്ഷേ വോമിറ്റിംഗ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അപ്പം അതൊന്നും പ്രശ്നങ്ങളല്ല, ഇതിൻ്റെ ഭാഗമാണ്, ഒന്നും ചിന്തിക്കണ്ട, അതൊക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് പിന്നെ പെയിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പിന്നെ നേഴ്സ് വന്നിട്ട് ഈ ജോയിന്റിന്റെ എല്ലാ മൂവ്മെന്റ്സും ചെയ്ത് കൊടുക്കും. പിന്നെ മുട്ട് വളക്കാൻ നോക്കുക, ഇതൊക്കെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചെയ്ത് കൊടുക്കും. ഇനി എണീറ്റ് വെക്കണം. ആവൂലേ? ഇതൊക്കെ ഒരു 20 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യണേ. ഓക്കെ, ഇനി കയ്യിൽ നേരെ വെക്കുക, എന്നിട്ട് പുറകോട്ടാക്കുക, ഇങ്ങനെ വെക്കുക, പുറകോട്ടാക്കുക, പിന്നെ കയ്യിൽ വെക്കുക, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഫ്രണ്ടിലും ചെയ്യണം, അതുപോലെ തന്നെ ബാക്കിലും ചെയ്യണം. അതാവുന്നില്ലല്ലോ, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വൊമിറ്റ് ചെയ്യാണ്. തലന്റെ കൂടെ വെക്കുക, എന്നിട്ടിങ്ങനെ പൊക്കുക. ഇതൊറ്റയ്ക്ക് പൊക്കാനാവില്ല, ഓരോ ദിവസം കൂട്ടി കൊണ്ടുവന്ന് പൊക്കുക കേട്ടോ. ഈ ലെവലിലൊക്കെ എത്തിക്കുക. നോർമലായിട്ട് നമ്മൾ പൊക്കുന്ന രീതിക്ക് ഇത് മാത്രം 50 പ്രാവശ്യം ചെയ്യണേ. 50 പ്രാവശ്യം, ബാക്കിയൊക്കെ 20 പ്രാവശ്യം വെച്ചിട്ട് ഇത്രയും. വേദന എന്തെങ്കിലും ഉണ്ടോ? വയറിന് പ്രത്യേകിച്ചൊന്നും വിഷമമൊന്നുമില്ല, പക്ഷെ വയറ്റിന്ന് പോയില്ല. എന്നാൽ അതിപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്കൊരു കോൺസ്റ്റിപ്പേഷൻ വിഷയമുള്ളത്, പക്ഷെ എന്നാലും ഇന്ന് എനിക്ക് അങ്ങനെ വലിയ ഗ്യാസൊന്നും തോന്നുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പം മുതൽ വൊമിറ്റിംഗ് ആണ്. പിന്നെ 3-4 വട്ടം വൊമിറ്റ് ചെയ്തു. പിന്നെ വൊമിറ്റിങ്ങിൻ്റെ ഇഞ്ചക്ഷനൊക്കെ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ വൊമിറ്റിംഗ് സെൻസേഷൻ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ജ്യൂസ് കുടിച്ചു. ജ്യൂസിൻ്റെ ഒരു പകുതിയേ കുടിക്കാൻ പറ്റുള്ളൂ. നേരത്തേക്കും പിന്നെ ഛർദിയായി. ഇങ്ങനെ രാവിലെ മുതൽ അങ്ങനെ ഭയങ്കര ക്ഷീണങ്ങളിലാണ്. വേദനയുണ്ട്, വലിയ സഹിക്കാൻ മേലാത്ത വേദനയില്ല, എങ്കിലും വേദനയുണ്ട്, നന്നായിട്ട് വേദനയുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈക്ക് നമ്മൾ ചെയ്യേണ്ട എക്സസൈസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം എക്സസൈസ്, ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യാനൊന്നും ഇന്ന് നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഇത് പതുക്കെ അതൊക്കെ ശ്രമിക്കാം. ഇപ്പം വോമിറ്റിംഗ് ആയതുകൊണ്ട് അകപ്പാടെ ക്ഷീണം പിടിച്ചു പോയി. ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഛർദി കുറഞ്ഞിട്ടില്ല. അതിനി അനസ്തേഷ്യയുടെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പം ടാബ്ലറ്റ്സിൻ്റെ ആണോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ഫുഡ് കഴിച്ചു, ചോറ് കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാൻ വേണ്ടി ഇച്ചിരി കുറച്ച് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ ശ്രദ്ധിക്കാൻ വരുന്നു. അതുകൊണ്ട് പിന്നെ തൽക്കാലം അത്രയും കഴിച്ചു. ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കടന്നു പോകുന്നു. ഇനിയിപ്പം ഡിസ്ചാർജ് ചിലപ്പം നാളെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഡിസ്ചാർജ് കഴിഞ്ഞ്
അവർ ഒരു 10-15 ദിവസം ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഛർദ്ദിക്കുന്നുണ്ടായിരിക്കും, നഖം ചൂടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങുന്നുണ്ട്. ഇന്നിപ്പം രാവിലെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷത്തോളം ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് സാരമില്ല, അതൊക്കെ പതുക്കെ കവറാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഏകദേശം കോഴ്സ് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം ടാബ്ലറ്റ് ആക്കി തന്നിട്ടുണ്ട്. 5 ദിവസത്തേക്ക് ടാബ്ലറ്റ് കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്ക്. പിന്നെ ഛർദിയുടെ ഗുളിക, വേദനയുടെ മരുന്നുകൾ, അങ്ങനെയൊക്കെ കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് പോകാൻ വേണ്ടി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പം 27-ന് ആണ് വരേണ്ടത്. അപ്പോൾ 27-ാം തീയതി വന്നു കഴിഞ്ഞ ശേഷം ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുവരെ എല്ലാ ദിവസവും ഡെയിലി ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ യാത്ര ചെയ്യണം, അത്ര ലോങ് യാത്രയാണല്ലോ എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ക്ഷീണങ്ങളുണ്ട് ഇപ്പോഴും. ആ ഒരു ഛർദ്ദിക്കാൻ വരുന്നതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡും കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും കുറച്ചും കൂടെയൊക്കെ ശ്രമിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യൂസുകളൊക്കെ കുടിക്കാൻ തുടങ്ങി. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന ശേഷം നമുക്ക് അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം. മഴ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. വേനലിലൊരു മഴ എന്ന് പറഞ്ഞ പോലെ. ശരിക്കും മുക്കം എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിട്ടുണ്ടായിരുന്നു. റോഡ് നിറച്ച് വെള്ളമായിരുന്നു. ശരിക്കും നമ്മൾ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും തന്നെ നാടാണല്ലോ മുക്കം. ഇലവഞ്ഞിപ്പുഴ ഒഴുകുന്ന പോലെ തന്നെ അതുപോലെ റോഡ് നിറച്ച് വെള്ളമായിരുന്നു. വാഹനങ്ങളൊക്കെ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം അതുപോലത്തെ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായിരുന്നു. അപ്പം നാട്ടിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവിടെ ഇതുപോലെ മഴയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു കാലാവസ്ഥയായിരുന്നു ശരിക്കും ഇന്നിവിടെ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റോഡ് മുഴുവൻ ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ശരിക്കും റോഡ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ നാട്ടിലെത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ.